കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം. നിക്ഷേപ തട്ടിപ്പിൽ ഇഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ കലൂർ PMLA കോടതി ഹർജി പരിഗണിക്കുകയുള്ളൂ. കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് ലഭിക്കാനുള്ള പണം നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതേ ആവശ്യമുയർത്തി ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിക്ഷേപകർ. നിലവിൽ 6 നിക്ഷേപകരാണ് ഹർജി നൽകിയിട്ടുള്ളത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നൽകണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. 7 മാസത്തോളമായി ഹർജിയിലെ ഉത്തരവിനായി കാത്തിരിക്കുകയാണ് നിക്ഷേപകർ. നിരവധി പേർക്ക് നിക്ഷേപം തിരികെ ലഭിക്കാനുണ്ടെങ്കിലും 6 പേരാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നിക്ഷേപകരായ സഹദേവൻ, കൃഷ്ണൻകുട്ടി, പ്രിൻസി തോമസ്, ഡോക്ടർ കൃഷ്ണപ്രിയ, ബിന്ദു ജയൻ, TR ജയദാസ് എന്നിവരാണ് ഹർജി നൽകിയിട്ടുള്ളത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ കോടതി ഹർജി വിശദമായി പരിഗണിക്കുകയുള്ളൂ. പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്ന് നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിൽ ഇഡിയും അനുകൂലമാണ്. നിക്ഷേപകരുടെയും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ കേട്ട കോടതി ഒക്ടോബർ 17 കേസ് മാറ്റിയിട്ടുള്ളത്. എന്നാൽ കാത്തിരിപ്പ് നീളുന്ന നിക്ഷേപകർ ഹർജിയിലെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഹൈക്കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നിക്ഷേപകർ ഹർജി നൽകുമ്പോൾ 88 കോടിയുടെ സ്വത്തുവകകളായിരുന്നു കണ്ടുകെട്ടിയത്. പിന്നീട് കൂടുതൽ പണവും സ്വത്തുക്കളും കണ്ടുകെട്ടി. നിക്ഷേപകനായ സഹദേവനാണ് കലൂർ PMLA കോടതിയിൽ ആദ്യം ഹർജി നൽകിയത്. 33 ലക്ഷമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് സഹദേവന് ലഭിക്കാനുള്ളത്. ബാങ്കിലെ 80% നിക്ഷേപകർക്കും 5 ലക്ഷത്തിന് മുകളിലാണ് നിക്ഷേപം. 1 ലക്ഷം വരെയുള്ള നിക്ഷേപകരുടെ നിക്ഷേപത്തിന്റെ ചെറിയ ഭാഗം മാത്രമാണ് ബാങ്ക് തിരിച്ചു നൽകിയത്. നിക്ഷേപത്തുക തിരികെ ലഭിക്കാൻ വൈകുന്നത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുകയാണ്. ജനം, കൊച്ചി.